ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബയേ നമഃ. ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൻ്റെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി സർ, നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യ സുലേഖ ഷാജിമാം, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാമായ പ്രിയ അഡ്മിൻ അനിൽജി, ആദരണീയരായ അഡ്മിൻ പാനൽ അംഗങ്ങൾ, സ്നേഹനിധികളായ കൊച്ചുമക്കൾ, ആത്മസഹോദരങ്ങളായ പഠിതാക്കൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കർക്കിടക മാസത്തിൽ ആത്മോപദേശ ശതകം എന്ന മലയാള ഭാഷയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ദാർശനിക കൃതിയുടെ പാരായണവും മനനവും ആചരിക്കുന്ന വേളയിൽ ഈ മഹായജ്ഞത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ദർശനമാണ് ആത്മോപദേശ ശതകത്തിൻ്റെ കാതൽ. ഭഗവാന്റെയും ശാരദാംബയുടെയും അനുഗ്രഹത്തോടെ ആത്മോപദേശ ശതകം എന്ന ഈ അമൂല്യ രത്നത്തിൻ്റെ 4ാമത്തെ ജ്ഞാനവല്ലരി ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള എൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കാം. ആനുഭൂതിക ജ്ഞാനമുള്ള ഭഗവാന്റെ ഹൃത്താരിൽ വിളഞ്ഞ അദ്വൈത മകരന്തം കൂടിയാണ് ഇത്. ഇതിൻ്റെ പരിധിയിൽ വരാത്തതായി ഒന്നും തന്നെയില്ല എന്നതുകൊണ്ട് ഇതിനൊരു സമഗ്രതയുമുണ്ട്. ഗണനയിൽപ്പെടുന്നതും ഗണനയിൽ നിന്ന് കവിഞ്ഞതും ഉൾക്കൊള്ളാൻ പോരുന്ന അനന്തവിശാലതയാണ് ആത്മോപദേശ ശതകത്തിനെ സമഗ്രമാക്കുന്നത്. സ്വയം മുക്തനായ ഗുരു മാനുഷ്യകത്തെ മുഴുവനും മുക്തിയിലേക്ക് നയിക്കാനാണ് ആത്മോപദേശ ശതകം രചിച്ചത്. അജ്ഞാനം കൊണ്ടാണ് ജീവിതം ബന്ധനം പോലെ തോന്നുന്നതും നാം ദുഃഖിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ മുക്തിയാണ് ഈ ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രയോജനം. അതുപോലെ തന്നെ ഇത് മോക്ഷശാസ്ത്രവുമാണ്. ബന്ധനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പ്രാപഞ്ചികതയിൽ നിന്നുമുള്ള മോചനം. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം. അറിവ് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പം. അറിഞ്ഞിടും അർത്ഥം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമായി വെളിയിലുണ്ടെന്ന് തോന്നുന്ന പദാർത്ഥം. പുമാൻ തന്നെ അറിവ്, ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും. ഒരാദിമഹസ് മാത്രമാകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ് എന്നാണ്. വിരളത വിട്ട്, ഇടതടവില്ലാതെ, സർവത്ര എന്നാണ് അർത്ഥം. വിളങ്ങും, നിറഞ്ഞു വിലസുന്ന, അമ്മഹത്താം, ആ വലിയ അറിവിലമർന്ന് ബോധവുമായി ലയിച്ചു ചേർന്ന് അതുമാത്രമായിടേണം, അതുമാത്രമായി അവശേഷിക്കണം. അതായത് പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും അതിൻ്റെ ഫലമായി വെളിയിലുണ്ടെന്ന് തോന്നുന്ന പദാർത്ഥവും ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും എല്ലാം അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ്. ഇടതടവില്ലാതെ സർവത്ര നിറഞ്ഞു വിലസുന്ന ആ വലിയ ബോധവുമായി ലയിച്ചു ചേർന്ന് അതുമാത്രമായി അവശേഷിക്കണം. അറിയുക എന്ന പ്രക്രിയയും അറിയുന്ന വിഷയവും അറിയുന്നവൻ എന്ന ബോധവും ഒരേ ഒരു ആദിമമായ ജ്യോതിസ് മാത്രമാണെന്നും അകമ്പുറങ്ങളില്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന ആ മഹത്തായ ആത്മസത്തയിൽ വിലയിച്ച് അത് മാത്രമായി തീരണമെന്നുമാണ് ഭഗവാൻ ഈ ജ്ഞാനവല്ലരിയിലൂടെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടും ഒക്കെ അറിയാം. അന്ധക്കരണങ്ങളിലൂടെ ചിന്തിച്ചും അറിയാം. എല്ലാ അറിവിലും അറിയാനായി ഒരു വിഷയമുണ്ട്.
വിഷയത്തെയാണ് ഇവിടെ അറിഞ്ഞിടും അർത്ഥം എന്ന് പറയുന്നത്. കാണുക, കേൾക്കുക, ചിന്തിക്കുക എന്നിവയെല്ലാം അറിവെന്ന പ്രക്രിയയുടെ വിവിധങ്ങളായ സംവേദനങ്ങളാണ്. ഏത് വിഷയത്തെ അറിയുമ്പോഴും ഞാൻ അറിയുന്നവനെന്ന ജ്ഞാതൃത്വം നമ്മിലൊക്കെ കാണുന്നുണ്ട്. പ്രപഞ്ചത്തിൽ അനന്തകോടി വസ്തുപ്രതിഭാസങ്ങളുണ്ടെങ്കിലും ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, അതായത് അറിവ്, അറിയപ്പെടുന്നവ, അറിയുന്നവൻ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇവയാണ് വേദശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ത്രിപുടി എന്ന് പറയുന്നത്. പ്രപഞ്ചം മുഴുവനും ഈ ത്രിപുടിയിൽ ഒതുങ്ങുമ്പോൾ ഈ ത്രിപുടി യോഗി ഉള്ളിൽ സാക്ഷാത്കരിക്കുന്ന നിർവികൽപ്പ ബോധത്തിൽ ലയിച്ച് അഭേദമായി തീരുന്നു. ഇതാണ് നാലാമത്തെ ജ്ഞാനവല്ലരിയിൽ ഭഗവാൻ വിവരിച്ചു തരുന്നത്. അജ്ഞാനത്തിലിരിക്കുന്ന ജീവന് ശരീരതാതാത്മ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ത്രിപുടീഭേദത്തോടെയുള്ള അറിവുണ്ടാകുന്നത്. എന്നാൽ ജ്ഞാനോദയത്തിൽ ഒരേ ഒരു ആദിമജ്ഞാനത്തിൻ്റെ 3 പിരിവുകൾ മാത്രമാണ് ഇതെന്ന് നമുക്ക് ബോധ്യമാകും. ആദിമഹസ് എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു വിലസുന്ന ആത്മസത്ത തന്നെയാണ്. സർവ്വവ്യാപകതയാണ് ആത്മസത്തയുടെ സ്വഭാവം. അതെപ്പോഴും അങ്ങനെ വിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. മഹത്തായിരിക്കുന്ന ഈ ആദിമജ്ഞാനത്തിൽ അലിഞ്ഞ് അതുമാത്രമായി തീരുന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ആനന്ദം. സൂക്ഷ്മജഡമായ മനസ്സും സുഖദുഃഖാത്മകമായ അതിൻ്റെ ദ്വന്ദ്വാനുഭൂതിയുമാണ് ത്രിപുടിയിലെ അറിവ്. പ്രപഞ്ചത്തിലെ സ്ഥൂല ജഡപദാർത്ഥങ്ങളാണ് അറിയപ്പെടുന്ന വസ്തുക്കൾ. സൂക്ഷ്മജഡത്തെയും സ്ഥൂലജഡത്തെയും പിന്നിൽ നിന്നുകൊണ്ട് അറിഞ്ഞനുഭവിക്കുന്ന ഞാൻ എന്ന ബോധമാണ് അറിയുന്നയാൾ. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ് എന്ന് ഭഗവാൻ ഗദ്യപ്രാർത്ഥനയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 4ാമത്തെ മന്ത്രം ഒന്നുകൂടി ആലപിക്കാം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവുമൊരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങുമമ്മഹത്താമറിവിലമർന്നതു മാത്രമായിടേണം. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ നമ്മുടെ കുടുംബത്തിൻ്റെ മുഖ്യ അഡ്മിൻ ശ്രീ അനിൽജിക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും എപ്പോഴും മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെയും ശാരദാംബയുടെയും പാതാരവിന്ദത്തിൽ 4ാമത്തെ ജ്ഞാനവല്ലരി സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബയേ നമഃ.